റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത തള്ളാതെ ജി സുധാകരൻ. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കും. ജയസാധ്യതയുള്ളവർ മത്സരിക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി തന്റെ പേരും വരും. ജില്ലാ കമ്മിറ്റിയാണ് ശുപാർശ നൽകേണ്ടതെന്നും ജി സുധാകരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. റിപ്പോർട്ടർ ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. പാർട്ടി മത്സരിക്കാൻ പറഞ്ഞപ്പോഴൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പാർട്ടിക്ക് സ്ഥാനാർത്ഥികൾ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പാർട്ടി പറയുന്ന അനുസരിച്ചാണല്ലോ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റിയാണ് ശുപാർശ ചെയ്തേക്കേണ്ടത്. ഇവിടുത്തെ 9 സീറ്റിലെ കാൻഡിഡേറ്റ്സിന് പൊതുജനാഭിപ്രായം വരുന്നുണ്ടല്ലോ. അപ്പോൾ ജയസാധ്യത ഉള്ളവർ മത്സരിക്കണമെന്നുള്ള തരത്തിലുള്ള ആലോചനകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ പേരും വരുമല്ലോ. നന്നായി ജയിക്കുമെന്നുള്ള എല്ലാവർക്കും ഉറപ്പാണല്ലോ. പക്ഷെ ഞാനൊരാവശ്യം ഉന്നയിച്ചിട്ടുമില്ല. എന്നോടാരും ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടിട്ടുമില്ല. കമ്മിറ്റി ഇപ്പോൾ ഞാൻ ഉന്നയിച്ചില്ല. മറ്റുള്ളവരാണ് പേര് പറഞ്ഞ്. പാർട്ടി ഡിസ്ട്രിക്ട് കമ്മിറ്റിയാണ്. ഡിസ്ട്രിക്ട് കമ്മിറ്റി പിന്നെ സെക്രട്ടേറിയറ്റും മത്സരിക്കേണ്ട MLA-മാരുടെ പേരുകൾ, MLA-മാരാവേണ്ടവരുടെ പേരുകൾ ചർച്ച ചെയ്ത് തീരുമാനിച്ച് സ്റ്റേറ്റ് സെൻട്രൽ കമ്മിറ്റിക്കായി കൊടുക്കുക ചെയ്യുന്നത്. അവരവിടെ എല്ലാ ജില്ലകളിലും വന്ന് പരിശോധിച്ച് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് നമുക്കുള്ള സീറ്റുകളുടെ സ്ഥാനാർത്ഥികളൊക്കെ ആലോചിച്ച് അവർ സ്റ്റേറ്റ് കമ്മിറ്റി വെച്ച് പാസ്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ അഭിപ്രായം ആരെയും അറിയിച്ചിട്ടില്ല. മുമ്പും അങ്ങനെ ചെയ്യാറില്ല, ഇപ്പോഴും അങ്ങനെ ചെയ്തിട്ടില്ല. ഇതൊരു വലിയ കാര്യമായിട്ട് ഞാൻ എടുക്കുന്നുമില്ല. ഇലക്ഷൻ എന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയൊരു സംഭവമാണ്. പക്ഷേ ഒരുപാട് തവണ മത്സരിച്ച് ജയിച്ചല്ല, കൂടുതലും ജയിച്ചു. ഇതൊരു വലിയ സംഭവം എടുക്കുന്നത്. ആരായാലും പാർട്ടി തീരുമാനിക്കുന്നവർ മത്സരിക്കും. ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വരും. ഭൂരിപക്ഷം കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് മൊത്തത്തിൽ കേരളത്തിൽ ഞാൻ പറയുന്നത്. ശരത്തിനോട് കൂടുതൽ വിവരങ്ങളുമായി ശരത്. ഗുഡ് മോർണിംഗ് ശരത്ത്. അപ്പോൾ ജി സുധാകരൻ മത്സരരംഗത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യത നമുക്കിപ്പോൾ തള്ളിക്കളയാൻ കഴിയില്ല. ജി സുധാകരൻ പറയുന്നത് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കുന്നതിനോളം പ്രാദേശികമായി ജി സുധാകരൻ മത്സരിക്കണം എന്ന അഭിപ്രായമുള്ള ചില ആളുകളുണ്ട് എന്നാണ്. ജി സുധാകരൻ്റെ പേര് പരിഗണിച്ചുകൂടായികയില്ല. സുധാകരനെ സംബന്ധിച്ചിടത്തോളം മത്സരത്തിൽ ഞാൻ ഇനി പാർലമെന്ററി തെരഞ്ഞെടുപ്പിലേക്കില്ല എന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടുമില്ല. പാർട്ടി പരിഗണിച്ചാൽ മത്സരിക്കും എന്നതാണ് ചില സൂചനകളാണോ ശരത്? അരുൺകുമാർ, അതായത് അമ്പലപ്പുഴയിൽ എച്ച് സലാം MLA-ക്ക് പുറമെ പല പേരുകളും ഇതിനകം തന്നെ ഉയർന്നു വന്നിരുന്നു. നമുക്ക് അറിയാം, VS-ന്റെ മകൻ അരുൺകുമാറിനടക്കം പേര് ഉയർന്നു വന്നിരുന്നു. ഈ ഘട്ടത്തിലാണ് പ്രാദേശിക തലത്തിൽ ജി സുധാകരൻ മത്സരിക്കണമെന്നൊരാവശ്യം മുന്നോട്ട് വരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ജി സുധാകരന്റെ പ്രതികരണവും നമ്മൾ തേടിയിട്ടുള്ളത്. അപ്പോൾ സുധാകരൻ എന്തായാലും മത്സരിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പാർട്ടി ആവശ്യപ്പെട്ട കാലത്തൊക്കെ തന്നെ താൻ മത്സര രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. പാർട്ടിക്ക് വേണ്ടി മത്സരിച്ചതൊന്നും പാർട്ടിയോട് അങ്ങോട്ട് മത്സരിപ്പിക്കണം അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലല്ല. പാർട്ടി തന്നെയാണ് തന്നെ മത്സരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. ആ ഘട്ടങ്ങളിലൊക്കെ പാർട്ടിക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ പേര് നോക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ തന്റെ പേര് പറയും. പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയോട് ഒരു ഡിമാൻഡോ അല്ലെങ്കിൽ അത്തരത്തിൽ മത്സരിപ്പിക്കണമോ ഒന്നും തന്നെ താൻ ആവശ്യപ്പെട്ടിട്ടില്ല. ജില്ലാ കമ്മിറ്റിയാണ് ഇതിന്റെ ശുപാർശകൾ കൊടുക്കാറുള്ളത്. സംസ്ഥാന കമ്മിറ്റി അതിന്റെ തീരുമാനങ്ങൾ എടുക്കും. അതാണ് പാർട്ടി നടപടി. അത്തരത്തിലാണ് ഇതിന്റെ തീരുമാനങ്ങൾ വരിക. ഇതുവരെ മത്സരിക്കണമെന്ന ആവശ്യം എന്തായാലും പാർട്ടിയോട് താൻ പറഞ്ഞിട്ടില്ല. പക്ഷേ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കില്ല എന്ന് സുധാകരൻ ഇപ്പോഴും പറഞ്ഞിട്ടുമില്ല. കാരണം നമുക്കറിയാം, കഴിഞ്ഞ തവണ ടേം വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് സുധാകരന് മത്സരിക്കാൻ കഴിയാതെ പോയത്. പാർട്ടി പ്രായ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും സുധാകരൻ മാറി നിൽക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ ഒരു മതിപ്പുള്ള നേതാവാണ്. മന്ത്രിസ്ഥാനത്തടക്കം ഇരുന്നപ്പോൾ നമുക്കറിയാം, റോഡുകളുടെയും പാലങ്ങളുടെയും ഒക്കെ തന്നെ കാര്യത്തിൽ ജനങ്ങൾ ഇപ്പോഴും ജി സുധാകരന്റെ പേര് പറഞ്ഞു പോകാറുണ്ട്. മാത്രമല്ല, പൊതുജനത്തിൽ കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിന്റെ കാലത്തിൽ മതിപ്പുള്ള മന്ത്രിമാരിൽ പ്രധാനപ്പെട്ട ആൾ ജി സുധാകരൻ തന്നെയാണ്. അഴിമതി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത നേതാവെന്നടക്കമുള്ള അത്തരം കാര്യങ്ങൾ ജി സുധാകരനെ എപ്പോഴും പുകഴ്ത്തി പലരും പറഞ്ഞു കേൾക്കാറുള്ളതുമാണ്. ആ രീതിയിൽ പൊതുജനങ്ങൾക്കിടയിൽ സുധാകരന്റെ പേര് വലിയ പരിഗണനയിലുണ്ട്. മാത്രമല്ല, പ്രാദേശിക തലത്തിൽ അമ്പലപ്പുഴയിലും സുധാകരൻ മത്സരിക്കണമെന്ന ഒരു വിഭാഗത്തിന് അത്തരം അഭിപ്രായം കൂടിയുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ എന്തായാലും സുധാകരൻ ഇത്തരമൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും എന്ന് തന്നെ വേണം നമ്മൾ ഈ സുധാകരന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. നിലവിൽ എന്തായാലും സുധാകരൻ മത്സരിക്കണമെന്ന ആവശ്യം പാർട്ടിയോട് മുന്നോട്ട് വെച്ചിട്ടില്ല. ഓക്കെ, താങ്ക് യു. ശരത്താണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ജില്ലാ കമ്മിറ്റിയാണ് ശുപാർശ നൽകേണ്ടത്. ജില്ലാ കമ്മിറ്റി വിജയസാധ്യതയുള്ളവരുടെ ലിസ്റ്റ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഞാനതിൽ പെടാൻ സാധ്യതയുണ്ടല്ലോ എന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. അത് ശരിയുമാണ്. അമ്പലപ്പുഴയിൽ നിന്ന് ജി സുധാകരൻ മത്സരിക്കാൻ തീരുമാനിച്ചാൽ വിജയസാധ്യതയുണ്ട് താനും. അതിൽ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. കാര്യം പ്രതിപക്ഷം പോലും ജി സുധാകരൻ്റെ നേതൃത്വത്തെ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ വെല്ലുവിളിയായി മാറുകയും ചെയ്യും. പക്ഷേ പാർട്ടി സമ്മതിക്കുമോ എന്നുള്ളതാണ് പ്രശ്നകരമല്ലോ. ആലപ്പുഴയിലെ CPM രാഷ്ട്രീയത്തിലെ ചില സവിശേഷമായ സാഹചര്യങ്ങൾ.